എക്സാമിനർ ഫാമിലി, അപ്പോൾ നമ്മുടെ ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഇതിനോടകം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവസാനം വരെ കണ്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 20-ാം തീയതി അല്ല, 2 ദിവസം നേരത്തെ, അത് ഏതായാലും നന്നായി. നമുക്ക് ഒരു ദിവസം ഒരു എക്സാം എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും വളരെ നന്നായിട്ട്. അതുകൊണ്ട് തന്നെ 18-ാം തീയതി മുതൽ നമ്മുടെ ഓണപരീക്ഷ ആരംഭിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം റെഡി ആയിട്ടുണ്ട്, അതൊരു 5 സ്റ്റാർ റേറ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു എന്താ പറയുക 5 സ്റ്റാർ, അതായത് 5 സ്റ്റാർ എനിക്ക് കിട്ടും, ഞാൻ ഫുൾ മാർക്ക് സെറ്റാക്കും, അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളവർ 5 സ്റ്റാർ കൊടുക്കുക. അതല്ല ഒരു ആവറേജ് ലെവലിലാണ് എൻ്റെ പ്രിപ്പറേഷൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3, 4 ഒക്കെ കൊടുക്കുക. അതല്ല ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടേ ഇല്ല സാർ, അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക, 1 സ്റ്റാർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് അറിയിക്കുക. ഓക്കെ, യെസ്, എന്തിനും ഇവിടെ എന്തുണ്ട്, സൊല്യൂഷൻ ഉണ്ട് മക്കളെ. നേരത്തെ പഠിച്ച് തുടങ്ങി ഫുള്ള് സെറ്റാക്കിയവരാണെങ്കിലും ഇനി തീരെ പഠിക്കാത്ത മക്കളാണെങ്കിലും എക്സാം വിന്നർ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ് മക്കളെ, യെസ്, നമ്മുടെ ടൈം ടേബിൾ എന്നൊക്കെയാണ് നമ്മുടെ എക്സാംസ് വരുന്നതെന്നുള്ള അല്ലേ. യെസ്, 18-ാം തീയതി, യെസ്, ഓക്കെ, 18-ാം തീയതി മുതൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മിക്കവാറും ഭൂരിഭാഗം പരീക്ഷയും നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. 1:30 മുതൽ 3:45 വരെയാണ്. 1:30 എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. 1:45 നമുക്ക് എഴുതി തുടങ്ങാൻ പറ്റുക, 3:45 വരെ അല്ലേ. ഓക്കെ, അപ്പോൾ 1:30 മുതൽ 3:45 വരെ ഫസ്റ്റ് ലാംഗ്വേജ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് മലയാളം, അറബി, സാൻസ്ക്രിറ്റ്, ഉറുദു പോലെയുള്ള ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും നമുക്ക് തിങ്കളാഴ്ച എക്സാം ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫസ്റ്റ് ലാംഗ്വേജ് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ഇനി 19-ാം തീയതി 1:30 മുതൽ 3:45 വരെ മറ്റാരുമല്ല, യെസ്, നമ്മുടെ ഹിന്ദിയാണ്. 2ാമത്തെ പരീക്ഷ ഹിന്ദിയാണ്. അടിപൊളിയായിട്ട് പുതിയ സിലബസാണ് മക്കളെ. കുറച്ച് ടഫാണ്. കഴിഞ്ഞ 6ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഹിന്ദിയിൽ ഫുൾ മാർക്ക് സെറ്റാക്കാം. ഷമീം സാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. യെസ്, അത് കഴിഞ്ഞാൽ 20-ാം തീയതി ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് എക്സാം. മലയാളം സെക്കൻഡ് ആണ് നമുക്ക് ബുധനാഴ്ച 3ാമത്തെ പരീക്ഷയായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. യെസ്, ഇനി 4ാമത്തെ പരീക്ഷ 21-ാം തീയതി വ്യാഴാഴ്ച 1:30 മുതൽ 3:45 വരെ സോഷ്യൽ സയൻസ്. ഓക്കെ, സോഷ്യൽ സയൻസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സബ്ജക്റ്റാണ്. എങ്കിലും നമുക്ക് സമയമുണ്ട്, ഒരു ദിവസം സമയമുണ്ട് അല്ലേ. മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ആണ് സമയമുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ പ്ലാൻ ചെയ്താലാണ് ഈ പരീക്ഷകളിലൊക്കെ ഫുൾ മാർക്ക് സെറ്റാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഷമീം സാർ പറഞ്ഞു കേട്ടോ. ഓക്കെ, 22-ാം തീയതി വെള്ളിയാഴ്ച 10 മണി മുതൽ 12:15 വരെയാണ് എക്സാം. ഓക്കെ, വെള്ളിയാഴ്ചത്തെ പരീക്ഷ രാവിലെയാണ് 10 മണി മുതൽ 12:15 വരെ. ഓക്കെ, 12:15 വരെ. റെഡി? യെസ്, ഏതാ സബ്ജക്റ്റ് ആരാ? മാത്തമാറ്റിക്സ്. ഓക്കെ, മാത്സ് ആണ്. അപ്പോൾ മാത്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്, വർഷ മിസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, മാത്സ് സെറ്റാക്കി തരും. ഓക്കെ, പിന്നെ പോരട്ടെ 25-ാം തീയതി തിങ്കളാഴ്ച, പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും നമുക്ക് അവധിയാണ്. പിന്നെ തിങ്കളാഴ്ച 25-ാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് വരുന്നത് 25-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം. ലാസ്റ്റ് ദിവസം 26-ാം തീയതിയോടുകൂടി നമ്മുടെ പരീക്ഷയെല്ലാം കഴിയും. 26-ാം തീയതി രാവിലെ നമുക്ക് ബേസിക് സയൻസിൻ്റെ എക്സാം, അതായത് ഏറ്റവും അവസാനമാണ് നമുക്ക് ബേസിക് സയൻസ് വരുന്നത്. പിന്നെ അന്നേ ദിവസം തന്നെ കല, പ്രവൃത്തി, ആരോഗ്യ, കായിക പരീക്ഷ ഉണ്ടാവും. ഓക്കെ, ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷം. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം ആ ഒരു പരീക്ഷയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ ഉള്ളത് മക്കളെ. നമുക്ക് പഠിക്കാൻ ആകെ ഒരു രാത്രി മാത്രമാണ് അല്ലേ. ഓരോ പരീക്ഷയുടെ തലേന്ന് റിവിഷൻ നടത്താൻ മാത്രമേ സമയമുള്ളൂ. ഓക്കെ, അതായത് എല്ലാ ചാപ്റ്റേഴ്സും ആദ്യം മുതൽ പഠിക്കാനുള്ള സമയം ഉണ്ടോ ഈ എക്സാമിൻ്റെ ഇടയിൽ? 18-ാം തീയതി കഴിഞ്ഞാൽ 19-ാം തീയതി അല്ലേ, നമുക്ക് അടുത്ത എക്സാം വരുന്നു. 19-ാം തീയതി കഴിഞ്ഞാൽ 20-ാം തീയതി എക്സാം വരുന്നു. 20-ാം തീയതി കഴിഞ്ഞാൽ 21-ാം തീയതി എക്സാം വരുന്നു. 21 കഴിഞ്ഞാൽ 22, തൊട്ടടുത്ത ദിവസത്തിന് എക്സാമാണ്. 22 കഴിഞ്ഞാൽ പിന്നെ 25 ഉണ്ട്. അന്നാണ് ഒരു സമാധാനമുള്ളത്. പക്ഷേ നമുക്ക് ഇംഗ്ലീഷാണ് അന്ന് വരുന്നത്. അന്നൊരു മാത്സ് ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ ഉപകാരപ്പെട്ടിരുന്നു അല്ലേ. യെസ്, മാത്സ് ആണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത്. ഇതന്ന് അങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ടൈം ടേബിൾ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാം വിന്നറിൻ്റെ യുവ ബാച്ചിലൂടെ പഠിക്കാം. പിന്നെ യൂട്യൂബിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മുടെ ഓഫർ പ്രൈസ്, അതായത് ബാച്ച് ഫീ 2499 രൂപയായിരുന്നു. അത് ഈ 5-ാം തീയതി, ഓഗസ്റ്റ് 5-ാം തീയതിക്ക് മുൻപായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1999 നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഇന്നത്തോടു കൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഓണപരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് സെറ്റാക്കി തരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.